ജിദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അമാൻ രചിച്ച ദി ഡ്രീം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളായ സുനിൽ സെയ്ദ്, സോഫിയ സുനിൽ ദമ്പതികളുടെ മകനായ മുഹമ്മദ് അമാൻ രചിച്ച ദ ഡ്രീം എന്ന പുസ്തകം അറബ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സിറാജ് വഹാബ് പ്രകാശനം ചെയ്തു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറക്കാൻ സാധിച്ചത് മുഹമ്മദ് അമാന്റെ പ്രതിഭയുടെ തെളിവാണെന്ന് സിറാജ് വഹാബ് അഭിപ്രായപ്പെട്ടു. And they gave him the platform to rise and shine. So the first and foremost credit goes to Mr. Sunil and Madam Secretary. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുസാഫിർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. റജി അൻവർ പുസ്തക പരിചയം നടത്തി. കബീർ കൊണ്ടോട്ടി, ഷിബു തിരുവനന്തപുരം, ഹക്കീം പാറക്കൽ, നാസർ വെളിയങ്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അമാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രചിച്ച ഔട്ടർ സ്പേസ് എന്ന ഇംഗ്ലീഷ് നോവലും പുതിയ പുസ്തകമായ ദ ഡ്രീമും ചടങ്ങിൽ ചർച്ചയായി. മുഹമ്മദ് അമാൻ അഭിനന്ദിച്ചുകൊണ്ടുള്ള ശശി തരൂർ എംപിയുടെ വീഡിയോ സന്ദേശവും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. Young people should be encouraged to explore their creative talents, to use their creative talents, to use their absolutely wonderful imaginations. തന്റെ വളർച്ചയിൽ വലിയ പിന്തുണ നൽകിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങളായ സന സയ്യിദ്, അയാൻ മുഹമ്മദ് എന്നിവർക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അമാൻ മറുപടി പ്രസംഗം നടത്തിയത്. നജീബ് വഞ്ഞാറമൂട് അവതാരകനായിരുന്നു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. Celebrating 40 years of trust and legacy, Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia, ഇപ്പോൾ മക്കയിലും.